റോമാലേഖനത്തിലെ 12ാമത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. റോമാലേഖനം ആദ്യത്തെ 5 അധ്യായങ്ങൾ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. 5ഉം 6ഉം 7ഉം 8ഉം അധ്യായങ്ങൾ രക്ഷാശാസ്ത്രം വളരെ വ്യക്തമായി വിവരിക്കുന്ന അധ്യായങ്ങളാണ്. ശരിക്കും 3 മുതൽ നമ്മൾ 3ന്റെ 21 മുതൽ നമ്മൾ ഈ നീതീകരണം എന്ന വിഷയത്തെക്കുറിച്ചും പിന്നീട് തേജസ്കരണം എന്ന വിഷയത്തെക്കുറിച്ചുമാണ് റോമാലേഖനത്തിൽ കൂടുതലും പ്രതിപാദിക്കുന്നത്. വിശുദ്ധീകരണം ഇവിടെ ഒരു കാര്യമായൊരു പ്രതിപാദ്യം നമുക്കില്ല. റോമാലേഖനത്തിന്റെ 8ാം അധ്യായം 1 മുതൽ ഉള്ള ഏതാനും വാക്യങ്ങൾ മാത്രമാണ് 6ാം അധ്യായത്തിലും 8ാം അധ്യായത്തിലുമുള്ള ചില വാക്യങ്ങളാണ് വിശുദ്ധീകരണത്തെ സംബന്ധിച്ച് റോമാലേഖനത്തിലുള്ളത്. പൊതുവെ നീതീകരണമാണ് റോമാലേഖനത്തിന്റെ വിഷയം. തേജസ്സിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് 8ാം അധ്യായത്തിൽ പറയുന്നുണ്ട് എങ്കിലും. അപ്പോൾ നീതീകരണത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില പഠിപ്പിക്കലുകൾ. എന്തുകൊണ്ട് നീതീകരണം എന്നത് നമ്മൾ മറ്റ് ക്രിസ്ത്യൻ ഡോക്ട്രിൻസിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഹിസ്റ്റോറിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തികച്ചും ഒരു ഹ്യൂമൻ ബുദ്ധിക്ക് മനസ്സിലാകുന്ന രീതിയിലല്ല അത് വെച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് ഏത് മതത്തിലും ഏത് മനുഷ്യന്റെ കോമൺ സെൻസിൽ നോക്കിയാലും നീതിമാനല്ലാത്ത ഒരാളെ നീതിമാനാക്കുന്നത് ശരിയായിട്ട് തോന്നുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ നീതിയിൽ അത് അങ്ങനെ തോന്നി എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഗ്രഹിക്കാൻ പ്രയാസമാണ് മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ഒന്നല്ല കർത്താവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നീതീകരണത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൗ ആർ വി മെയ്ഡ് റൈച്ചസ്? നമ്മൾ ഇന്നലെ കണ്ടപ്പോഴും 2 വാക്കുകളുടെ വ്യത്യാസമാണ്. ഒന്ന് നീതീകരിക്കുന്നു എന്ന് പറയുന്നതും നീതി നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നതും രണ്ടാണ്. വി ബിക്കം റൈച്ചസ് എന്ന് പറയുന്നതും വി ആർ ജസ്റ്റിഫൈഡ് എന്ന് പറയുന്നതും രണ്ടാണ്. ഇത് രണ്ടും കർത്താവ് നമുക്ക് തരുന്നതാണ്. വി ആർ മെയ്ഡ് റൈച്ചസ്, വി ആർ ജസ്റ്റിഫൈഡ് ആൻഡ് വി ആർ മെയ്ഡ് റൈച്ചസ് ബൈ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ നീതിമാൻ എന്ന് വിളിക്കപ്പെടുക മാത്രമല്ല, ശരിക്കും നമ്മൾ അങ്ങനെ ആക്കപ്പെടുകയും ചെയ്യുന്നു. ദാറ്റ് മീൻസ് വി ആർ ഗിവൺ ദ പൊട്ടൻഷ്യൽ ടു ബി റൈച്ചസ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ഇപ്പോൾ വി ആർ കോൾഡ് റൈച്ചസ് നോട്ട് ബിക്കോസ് നോട്ട് ബിക്കോസ് ജസ്റ്റ് ദർ ഇസ് ഗ്രേസ്, ഓൾസോ ജസ്റ്റിഫിക്കേഷൻ. ഒരു വിളി മാത്രമല്ല, അതൊരു പ്രോസസ് ഓഫ് മേക്കിംഗ് അസ് ലൈക്ക് ക്രൈസ്റ്റ്. അത് മുഴുവൻ ഗ്രേസിനാൽ നടക്കുന്ന കർത്താവിന്റെ ഒരു പ്രവൃത്തിയാണ്. അതിൽ മനുഷ്യൻ്റെതല്ലത്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമ്മളെ ക്രിസ്തുവിനെ പോലെയാക്കി മാറ്റുക എന്ന് പറയുന്നത്. ദ ഹോൾ പ്രോസസ് ഓഫ് ജസ്റ്റിഫൈങ് അസ് ആൻഡ് മേക്കിംഗ് അസ് റൈച്ചസ്, ഇത് രണ്ടും ആ ഒരു പാക്കേജ് തന്നെയാണ്. നമുക്ക് ഈ 6ാം അധ്യായത്തിന്റെ 1ാം വാക്യം എന്ന് പറയുന്നത് 5ന്റെ അവസാനത്തിൽ നിന്ന് തുടങ്ങുന്നതാണ്. 5ന്റെ അവസാനം പറയുന്നത് പാപം പെരുകിയെടുത്ത് കൃപ പെരുകി. പാപം പെരുകിയെടുത്ത് കൃപ പെരുകി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നാം. കൂടുതൽ പാപം ചെയ്യുമ്പം കൂടുതലാണല്ലോ ക്ഷമ. അങ്ങനെയാണല്ലോ നാച്ചുറലി നമ്മൾ ചിന്തിക്കും. ഇപ്പം 10 രൂപ കടപ്പെട്ടവനും 1000 രൂപ കടപ്പെട്ടവനോട് ക്ഷമിക്കുമ്പോൾ 1000 രൂപ കടപ്പെട്ടവനാണ് നാച്ചുറലായിട്ട് ക്ഷമിക്കുന്നത്. പണ്ട് ഈ പഴയ 1989 മറ്റോ ഈ ജനതാദൾ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് അന്ന് അവരൊരു പ്രോമിസ് ചെയ്തു, കർഷകരുടെ ലോണുകൾ മുഴുവൻ അവരെഴുതി തള്ളും. അപ്പൊ കർഷകരുടെ ലോൺ എഴുതി തള്ളുമ്പോൾ ചിലരൊക്കെ, അന്ന് പൈസയ്ക്ക് ഭയങ്കര വിലയുള്ള കാലമാണല്ലോ. അപ്പൊ 2000 രൂപ ലോൺ എടുത്തവരുണ്ട്, 5000 ലോൺ എടുത്തവരുണ്ട്. അപ്പോ ഭരണത്തിൽ കയറി കഴിഞ്ഞപ്പോൾ 10,000 എന്ന് പറയുന്നൊരു ലിമിറ്റ് ഉണ്ട്, അതിന് താഴെയുള്ളത് എഴുതി തള്ളും. അപ്പൊ 3000 രൂപ ലോൺ ഉള്ളവർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 9,000 എടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി തള്ളിയാനല്ലോ നമ്മളാണ്. അപ്പൊ കയ്യിൽ ലോൺ ഇല്ലാതാകുന്നതിനല്ല സന്തോഷം, കൂടുതൽ എടുത്തത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് മനുഷ്യന്റെ മനോഭാവം അങ്ങനെയാണ്. ഞാനത് ഓർക്കാൻ കാരണം, കൂടുതൽ ക്ഷമിച്ച് കിട്ടണമെങ്കിൽ കൂടുതൽ കടപ്പെടണം. അപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് കൂടുതൽ പാപം ചെയ്തേക്കാം എന്ന് ചിന്തിക്കുന്ന തലതിരിഞ്ഞവർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് പൗലോസിന് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് പൗലോസ് പറയാൻ, അങ്ങനെ പെരുകുന്ന കാര്യമല്ല ഇത്. അങ്ങനെ പെരുകുന്ന കാര്യമല്ല ഇത്. ന്യായപ്രമാണം കടന്നു വന്ന് നമ്മുടെ പാപത്തെ പെരുക്കി കാണിച്ച് അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ അത് പെരുകിയതായി കാണുന്നതാണ്. അതായത് നമ്മൾ നമ്മുടെ പാപത്തെ മെഷർ ചെയ്യുമ്പോൾ നേരത്തെ മെഷർ ചെയ്തുകൊണ്ടിരുന്ന പോലെ അല്ല, അത് ഇപ്പോൾ മെഷർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പെരുകി കാണുക. അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ കൺവിക്റ്റഡ്, വി നോ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. നമുക്ക് ദൈവത്തിന്റെ നീതി അറിയാവുന്നതുകൊണ്ടും കർത്താവായിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കുമായിരുന്നു അറിയാവുന്നതുകൊണ്ടും വി ആർ ഡീപ്ലി കൺവിക്റ്റഡ് ആൻഡ് വി നോ ദാറ്റ് വി ആർ നോട്ട് ലൈക്ക് ക്രൈസ്റ്റ്. അപ്പൊ അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭയങ്കര കൺവിക്ഷൻ. അപ്പൊ അതുകൊണ്ട് പാപം പെരുകിയിരിക്കുക. ഏത് വിശ്വാസിയെ സംബന്ധിച്ചും
അവൻ കൃപ വ്യാപരിക്കുന്നത് അവന്റെ പാപം പെരുകിയത് കൊണ്ടാണ്. അപ്പൊ പാപം പെരുകുന്നത് ഇറ്റ്സ് നോട്ട് ബൈ ഡൂയിങ് സിൻ ഓർ കമ്മിറ്റിംഗ് സിൻ. അങ്ങനെയല്ല പാപം പെരുകുന്നത്. പിന്നെ എങ്ങനെയാണ് അത്? പാപത്തിന്റെ നിയമങ്ങളോട്, അതായത് പാപബോധത്തോടെ എക്സ്പോസ്ഡ് ആകുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ പെരുകിയിട്ട് പൗലോസ് പറയാണ്, അത് നിങ്ങളുടെ പൂർവ്വകാലം അങ്ങനെയായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ടുള്ള കാലത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 6-ാം അധ്യായം, വാട്ട് ഷാൽ വി സേ ദെൻ, ആകെ നാം എന്ത് പറയണ്ടു? ആർ വി ടു കണ്ടിന്യൂ ഇൻ സിൻ ദാറ്റ് ഗ്രേസ് മേ അബൗണ്ട്, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ബൈ നോ മീൻസ്, ഒരു കാരണവശാലും അല്ല. ഹൗ ക്യാൻ വി ഹു ഡൈ ടു സിൻ സ്റ്റിൽ ലിവ് ഇൻ ഇറ്റ്? പാപസംബന്ധമായി മരിച്ചവരായ നാം എങ്ങനെയാണ് അതിൽ ജീവിക്കുന്നത്? അപ്പൊ പാപത്തോട് മരിച്ചവരായ നമുക്ക് പാപവുമായി എന്ത് ബന്ധമാണ് ഉള്ളത്? പാപസംബന്ധമായി നമ്മൾ മരിച്ചവരായ we are dead to sin, and that's what we call the spiritual circumcision, ആത്മീക പരിച്ഛേദന. we are dead to sin. നമ്മൾ പാപസംബന്ധമായി മരിച്ചവരാണ്. ഈ മരണം എങ്ങനെയാണ് സംഭവിച്ചത്? ക്രിസ്തുവിനോട് കൂടിയാണ് സംഭവിച്ചത്. because you are crucified with Christ. അപ്പൊ നമ്മൾ ശരിക്കും മരിച്ചവരായ നാം എങ്ങനെയാണ് ഇനിയും പോയി പാപത്തിൽ ജീവിക്കുന്നത്? ഓക്കെ, ശരിക്കും നമ്മൾ പാപസംബന്ധമായി മരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഡെലിബറേറ്റ് സിൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഡെലിബറേറ്റ്ലി ലിവിങ് ഇൻ സിൻ. നമ്മളെ കൊണ്ട് അങ്ങനെ കഴിയുമോ? ഒരാൾ പറയാണ് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തേക്കാം. അത് ഇൻവോളണ്ടറി സിൻസ് അല്ല, വോളണ്ടറി സിൻസ് ആണ്. കൃപ പെരുകാൻ വേണ്ടി ഒരു മനഃപൂർവ്വം പാപം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അയാളെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, പാപത്തിൽ അയാൾ ജീവിക്കുകയാണ്. മരിച്ചു പോയൊരുത്തൻ എങ്ങനെയാണ് പാപത്തിൽ ജീവിക്കുന്നത്? സോ വെൻ യു ആർ കോൺഷ്യസ്ലി സിന്നിങ്, സുബോധത്തോടെ നിങ്ങൾ പാപം ചെയ്യുമ്പോൾ നിങ്ങൾ പാപത്തിൽ ജീവിക്കുകയാണ്. ദാറ്റ് സിൻ ബിക്കംസ് ദ പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഇറ്റ് ബിക്കംസ് യുവർ ലൈഫ്. നിങ്ങൾ അതിനോട് മരിച്ചതാണല്ലോ, പിന്നെ എങ്ങനെയാണ് അതിൽ തന്നെ ജീവിക്കുന്നത് എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ആൾക്കാർ ചോദിക്കും, മരിച്ചു, എപ്പം മരിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ അതിന്റെ മറുപടിയാണ് പൗലോസ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. ഡു യു നോട്ട് നോ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ, that all of us who have been baptized into Christ Jesus were baptized into his death. ഓക്കെ, അപ്പൊ സ്നാനപ്പെട്ടവര് എന്ത് ചെയ്തുകൊണ്ടാണ് സ്നാനപ്പെട്ടത്? ക്രിസ്തുവിനോട് ചേരാൻ വേണ്ടിയാണ് സ്നാനപ്പെട്ടത്. അപ്പോൾ ക്രിസ്തുവിനോട് ചേരാൻ വേണ്ടി സ്നാനപ്പെട്ടവരെല്ലാം അവന്റെ മരണത്തിന്റെ ഒരു പങ്കാളിത്തം എടുത്തുകൊണ്ട് we are baptized into his death. We joined together with him in his death. അവന്റെ മരണത്തിൽ നമ്മൾ അവന്റെ കൂടെ പങ്കാളികളായി മാറി. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അപ്പൊ പിന്നെ ഇനി നമ്മൾക്ക് എങ്ങനെ പറയാൻ പറ്റും കൃപ പെരുകേണ്ടതിന് നമുക്ക് കുറച്ച് പാപം ചെയ്താലോ എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഡോണ്ട് യു കൺഫസ് യു ഡൈഡ് വിത്ത് ഹിം? Okay, is the voice okay now? If it's not okay, just voice കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്കിൽ, അപ്പൊ അതിൽ ജീവിക്കാനുള്ള ഒരു ചോയ്സ് നമുക്കില്ല. We don't have a choice to live in sin. ആ ചോയ്സ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ആ ചോയ്സ് നമ്മുടെ മുമ്പിലില്ല, because we died. പക്ഷെ എന്നാലും പാപം വരുന്നുണ്ട്, അത് വേറെ കാര്യം. ബട്ട് വി ഡോണ്ട് ഹാവ് എ ചോയ്സ് ടു സിൻ ബിക്കോസ് വി ആർ ഡെഡ് ടു ഇറ്റ്. അപ്പൊ കോൺഷ്യസ് സിൻസിനെ കുറിച്ചാണ് ഇവിടെ പരാമർശം. കോൺഷ്യസ് സിൻസ്, അതായത് ഒരു മനുഷ്യൻ എങ്ങനെ പാപത്തിൽ ജീവിക്കും. സോ ഒക്കേഷണലി സിൻ ക്യാൻ കം because of the weakness of the flesh, but a man cannot live in sin if he is dead with Christ. അതാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. Do you not know that all of us who have been baptized into Christ Jesus were baptized into his death? അവന്റെ മരണത്തോട് ചേർത്താണ് ഈ കുഴിച്ചിടൽ നടന്നിട്ടുള്ളത്. That means അവനുമായിട്ട് നമ്മൾ ഒന്നായി ചേർന്ന്. എല്ലാ ബാപ്റ്റിസങ്ങളും ഒരു യൂണിറ്റിക്ക് വേണ്ടിയാണ്. പ്രോസിലൈറ്റ് ബാപ്റ്റിസം എന്ന് പറയുന്ന യഹൂദന്മാര്
മറ്റ് മതങ്ങളിൽ ജാതികളിലുള്ളവരെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നത് യഹൂദന്മാരോട് ചേരാൻ വേണ്ടിയാണ്. യേശുക്രിസ്തു സ്നാനപ്പെട്ടത് നമ്മളോട് ചേരാൻ വേണ്ടിയാണ്. അതുവരെ യേശുക്രിസ്തുവിന് ഒരു ഹിഡൻ ലൈഫായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു സീക്രട്ട് ലൈഫ് എങ്ങനെ കർത്താവ് ജീവിച്ചു. ബട്ട് സിൻസ് ബാപ്റ്റിസം ഹി ജോയിൻഡ് വിത്ത് us, with the sinful humanity, walked with sinful people around him. അവനെ തന്നെ വെളിപ്പെടുത്തി നമ്മുടെ കൂടെ നടന്നു. നമുക്ക് പകരം അവൻ സഫർ ചെയ്തു, പ്രലോഭനങ്ങളെ അതിജീവിച്ചു, അനുസരിച്ചു, കഷ്ടത അനുഭവിച്ചു. അതെല്ലാം ഈ സ്നാനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ കർത്താവിന്റെ സ്നാനം എന്ന് പറയുന്ന ഒരു വൺ ടൈം ഈവന്റ് അല്ല, അതൊരു ലോങ് ലൈഫ് ത്രൂ ഔട്ട് കർത്താവ് അനുഭവിച്ച ഒരു പരമാർത്ഥമാണ് ആ സ്നാനം എന്ന് പറയുന്നത്, ജോയിനിങ് വിത്ത് us. അതുപോലെ തന്നെ നമ്മുടെ സ്നാനവും ഇറ്റ്സ് നോട്ട് എ വൺ ടൈം ഈവന്റ്, അത് ലൈഫ് മുഴുവൻ വളർന്നു വരുന്ന ഒരു ക്രൈസ്റ്റ് ഐഡന്റിഫിക്കേഷൻ, ക്രിസ്തുവിനോട് ചേരലാണ് അതുകൊണ്ട് കർത്താവ് ചോദിക്കുന്നത്, എന്റെ സ്നാനമേൽക്കാൻ നിനക്ക് എന്റെ പാനപാത്രം നിന്ന് കുടിക്കാനും നിനക്ക് കഴിയുമോ എന്ന് ചോദിക്കാൻ കാരണം, വെള്ളത്തിൽ മുങ്ങാൻ ആരെക്കൊണ്ടും കഴിയും, പക്ഷേ ദാറ്റ് സ്നാനം മീൻസ് ഐ ആം യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ഹിസ് ഡെത്ത്. അപ്പൊ അങ്ങനെ ഒരു യൂണിറ്റി ത്രൂ ലൈഫ്, ആ ലൈഫ് ത്രൂ ഔട്ട് നിലനിൽക്കുന്ന അങ്ങനെ ഒരു കർത്താവിന്റെ മരണവുമായിട്ടുള്ള ഒരു ഐക്യദാർഢ്യം, മോമെന്റ് ബൈ മോമെന്റ്, ഡേ ബൈ ഡേ, അങ്ങനെ ഒരു കോൺഷ്യസ് ഐഡന്റിഫിക്കേഷൻ വിത്ത് ഡെത്ത്, അത് നിന്നെ കൊണ്ട് കഴിയുമോ എന്നാണ് യാക്കോബിനോടും യോഹന്നാനോടും കർത്താവ് ചോദിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ, അത് കുറച്ചും കൂടി ഒരു ഇന്റർപ്രറ്റേറ്റീവ് ആണ് മലയാളം. മലയാളത്തിൽ പറയുമ്പോൾ എൻ്റെ മരണത്തോട് ചേരുവാൻ എന്നല്ല, എൻ്റെ മരണത്തിൽ ഒരു പാർട്ട്ണർ ആകുവാൻ. അത് ഒരു വ്യത്യസ്തമായ അർത്ഥം നമുക്ക് തരുന്നുണ്ട്. ഐ പാർട്ട്ണർ വിത്ത് ക്രൈസ്റ്റ്. അതായത് കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് വേണ്ടിയാണ് മരിക്കുന്നത്, നിന്റെ പണിയാണ് ഞാൻ ചെയ്യുന്നത്. സോ യു ആർ എ നോൺ വർക്കിംഗ് പാർട്ട്ണർ ഇൻ ദിസ് ബിസിനസ്. നീ പണിയൊന്നും എടുക്കാത്ത ഒരു പാർട്ട്ണറാണ്. അതൊരു ഭയങ്കര കൃപയല്ലേ. പണിയെടുക്കേണ്ട, പൈസ കൊടുക്കണ്ട, ഇൻവെസ്റ്റ്മെന്റും ഇല്ല, ഒന്നുമില്ല, പാർട്ട്ണറാണ്. എന്തിലാണ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളതാണ് പ്രശ്നം, മരണത്തിലാണ്. അവിടെയാണ് പ്രശ്നം. ഈ മരണത്തിലെ പാർട്ട്ണർഷിപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് കർത്താവ് തന്നിരിക്കും, ആർക്കും വേണ്ട. അത് എല്ലാവരും കർത്താവ് രാജാവായി വരുന്നതിനകത്ത് പാർട്ട്ണർഷിപ്പ് നോക്കിയിരിക്കുന്നു. അന്നത്തെ ശിഷ്യന്മാർ അങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു, രാജത്വത്തിന്റെ പാർട്ട്ണർഷിപ്പ്. പക്ഷെ കർത്താവ് നമ്മളോട് പ്രോമിസ് ചെയ്തത് മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും തേജസ്സിന്റെയും പാർട്ട്ണർഷിപ്പാണ്. നാം അവനോടുകൂടെ മഹത്വീകരിക്കപ്പെടേണ്ടതിന്, തേജസ്കരിക്കപ്പെടേണ്ടതിന് നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ. അപ്പോൾ വി ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു എ കണ്ടിന്യൂസ് റിയലൈസേഷൻ ദാറ്റ് വി ഡൈഡ് along with Christ and we identify with his death, ourselves with his death. അപ്പോൾ അങ്ങനെ അവന്റെ മരണവുമായി നമ്മൾ ചേർന്നു എന്ന് റോമാലേഖനം 6-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് ശരിക്കും സ്നാനത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞ വാക്യങ്ങളല്ല ഇത് സാങ്ക്ടിഫിക്കേഷനെ പറ്റി, അതായത് വിശുദ്ധീകരണത്തെ പറ്റി പറയാൻ വേണ്ടി പൗലോസ് പറഞ്ഞ വാക്യങ്ങളാണ്. പക്ഷെ സ്നാനം എന്താണെന്ന് ഇവിടെ വിശദീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളിത് സ്നാനത്തെ കുറിച്ചും കൂടി ആണെന്ന് നമ്മൾ പറയും. ബട്ട് ഈസ് നോട്ട് എക്സ്പ്ലെയിനിങ് ബാപ്റ്റിസം, ഈസ് എക്സ്പ്ലെയിനിങ് സാങ്ക്ടിഫിക്കേഷൻ. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ച ഒരുത്തന് പാപത്തിൽ തുടരാനോ പാപത്തിൽ ജീവിക്കാനോ സാധിക്കില്ല. ബിക്കോസ് ഹിസ് സിൻഫുൾ ഫ്ലഷ് ഈസ് കട്ട് ഓഫ് ആൻഡ് ഇറ്റ് ഹാസ് നോ ഡൊമീനിയൻ ഓവർ ഹിം. ആ സ്പിരിച്വൽ സർക്കംസിഷൻ വന്ന ഒരാൾക്ക് ഈ പാപത്തിന് അവന്റെ മേൽ കർത്തൃത്വമില്ല. ദാറ്റ് യജമാനൻ, പാപത്തിന്റെ യജമാനൻ, പാപം എന്ന യജമാനൻ തകർക്കപ്പെട്ടിരിക്കുന്നു, ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ. We were buried therefore with him by baptism into death. അവന്റെ മരണത്തോട് അനുരൂപപ്പെടുന്ന, അനുരൂപപ്പെടുന്ന ആ സ്നാനത്താൽ നാം അവന്റെ കൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പൊ ആ കുഴിച്ചിടപ്പെടലോടുകൂടി ഞാൻ കർത്താവുമായിട്ട് ആ ഒരു മരണത്തിന്റെ കാര്യത്തിൽ ഒന്നായി. There's only one death happening physically, but I unite with that death. I confess when he died, I died because of my partnership. നിങ്ങൾ പാർട്ണർ ആയിരിക്കുന്ന ഒരു കമ്പനി എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ ചെയ്തെന്നല്ലേ പറയുന്നത്. അപ്പൊ ഞാൻ കർത്താവിന്റെ മരണത്തിൽ പാർട്ണർ ആണെങ്കിൽ ഞാൻ എന്താ കൺഫസ് ചെയ്യുന്നത്?
ഞങ്ങൾ മരിച്ചെന്ന ആരൊക്കെ? കർത്താവും കർത്താവിലൂടെ ഞാനും. ഡൈഡ് ഐഡന്റിഫൈഡ് വിത്ത് ഹിസ് ഡെത്ത്. ഇതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ പാർട്ട്ണർക്ക് ഒരു പൈസ പോലും കൊടുക്കണ്ടെങ്കിലും പാർട്ട്ണർ ആക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നിന്ന് എല്ലാത്തിനകത്തും പാർട്ട്ണർക്ക് ഉത്തരവാദിത്തമുണ്ട്, ലാഭമുണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് കർത്താവിന്റെ മരണവുമായുള്ള പങ്കാളിത്തത്തിനകത്തൂടെ നമുക്ക് അതിന്റെ കഷ്ടതയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളൊന്നും ചെലവാക്കണ്ട, എല്ലാം കർത്താവ് തന്നെയാണ്. അതിന്റെ അധ്വാനവും ഓക്കെ അതിന്റെ റിസൾട്ടും എല്ലാം ദൈവമാണ് നമുക്ക് തരുന്നത്. We were buried therefore with him by baptism into death, in order that just as Christ was raised from the dead by the glory of the Father, we too might walk in the newness of life. എന്തിനാണ് നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു? എന്തിനു വേണ്ടി? ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ. ഇപ്പം ക്രിസ്തുവിന്റെ മരണത്തിന്റെ സദൃശമാണ് ഈ സ്നാനം എന്ന് പലരും പറയുന്നു, അങ്ങനെ ബൈബിൾ പറയുന്നു. കുറച്ചുകൂടെ ഒന്ന് വിശാലമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മുടെ തലയിലേക്ക് സാധാരണ ഓടുന്ന ഇങ്ങനെയാണ്: വെള്ളത്തിൽ ഇറങ്ങുന്നത് മരണം, മുങ്ങുന്നത് അടക്കം, വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് പുനരുത്ഥാനം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നതല്ല പുനരുത്ഥാനം. മരണത്തിന്റെ സദൃശമാണ് സ്നാനം ആസ് എ ഹോൾ, ദ ഓൾ തിങ് ദാറ്റ് വി കോൾ ബാപ്റ്റിസം. അത് കർത്താവിന്റെ മരണവുമായി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. മരണത്തിന്റെ സദൃശ്യമാണ്. വെള്ളത്തിൽ നിന്ന് കയറി വരുന്നത് എന്തിനാ? അവിടെ കിടന്ന ചത്തു പോകുന്നുള്ളതുകൊണ്ടാണ് വെള്ളത്തിൽ നിന്ന് കയറി വരുന്നത്. ദാറ്റ്സ് നോട്ട് കറസ്പോണ്ടിങ് ടു റിസറക്ഷൻ. അത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനവുമായി വെള്ളത്തിൽ നിന്ന് കയറി വരുന്നതിന് ബന്ധമൊന്നുമില്ല. ദ ഹോൾ പ്രോസസ് ഓഫ് ബാപ്റ്റിസം ഈസ് അവർ ഐഡന്റിഫിക്കേഷൻ വിത്ത് ഹിസ് ഡെത്ത്. പിന്നെ എന്താണ് യേശുവിന്റെ പുനരുത്ഥാനവുമായിട്ടുള്ള ഐകമത്യം? അതാണ് ഈ വാക്യത്തിൽ പറയുന്നത്. We were buried therefore with him by baptism into death, in order that just as Christ was raised from the dead by the glory of the Father, we too might walk in the newness of life. അപ്പൊ ശരിക്കും എന്താണ് പുനരുത്ഥാനത്തിന്റെ സദൃശ്യം? We walk in the newness of life. നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കും എന്നുള്ളതാണ്. നമ്മുടെ പഴയ മനുഷ്യൻ മരണത്തിന് ഏൽപ്പിക്കപ്പെടുമ്പോൾ, when we go through that spiritual circumcision, we identify with his death in his baptism. എന്ത് സംഭവിക്കുന്നു? നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നു. The newness of life. ആ ന്യൂനെസ് ഓഫ് ലൈഫാണ് നമ്മൾ ഈ എന്താ പറയുന്നത് പുനരുത്ഥാനത്തിന്റെ സദൃശമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ യേശുക്രിസ്തുവിലൂടെ സ്നാനമേറ്റു എന്ന് വെള്ളത്തിൽ മുങ്ങി എന്ന് പറയുന്നവര് ഓർക്കേണ്ട ഒരു കാര്യം, അതുകൊണ്ട് ഒരു കാര്യവുമില്ല സഹോദരങ്ങളെ. സ്നാനം എന്ന് പറയുന്ന ഒരു മോമെന്ററി പ്രോസസ് അല്ല. സ്നാനം എന്ന് പറയുന്ന ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് നോട്ട് എ മോമെന്ററി പ്രോസസ്. ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് ഐഡന്റിഫിക്കേഷൻ വിത്ത് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ സ്നാനപ്പെടുമ്പോൾ അന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ നിന്റെ കൂടെ മരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, ഇനി അങ്ങോട്ട് ഞാൻ മരിച്ചവനായി തന്നെ ആയിരിക്കുമെന്നും ക്രൂശിൽ തന്നെ ആയിരിക്കുമെന്നും ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു ആയിരിക്കുമെന്നുമുള്ള എൻ്റെ കൺഫെഷൻ കൂടിയാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് കൺഫസിങ് എ പാസ്റ്റ് ഈവന്റ് ഇൻ യുവർ ലൈഫ്, ഇറ്റ്സ് ഓൾസോ യുണൈറ്റിംഗ് യുവർ സെൽഫ് വിത്ത് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. ഇപ്പൊ ബാപ്റ്റിസം എന്ന് പറയുന്ന ഒരു തത്വമാണ്. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ we are obeying that principle that death is part of my life, my existence. ഞാൻ ആ മരണത്തെ എൻ്റെ ജീവിതത്തിന്റെ ഒരു തത്വമായി സ്വീകരിക്കുകയാണ്. അപ്പൊ എല്ലാ മോമെന്റിലും മരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് ബാപ്റ്റിസം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. When we are baptized, we confess, we die every moment for the sake of the glory of God, to walk in the newness of life, to walk in the glory of the resurrection. ഓക്കെ, അപ്പോൾ ഈ സ്നാനം എന്ന് പറയുന്ന ഒരു സിംഗുലർ ഈവന്റ് ആയിട്ട് കാണുന്ന ഒരു പ്രശ്നം നമുക്കുണ്ട്. രക്ഷിക്കപ്പെട്ടോ, അതെ. സ്നാനപ്പെട്ടോ, ഓക്കെ ഫൈൻ. പോരാ എന്നല്ല, അതല്ല.
ഈ രക്ഷ എന്ന് പറയുന്ന സ്നാനം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ വൺ ടൈം തിങ്. എ ട്രൂ സാൽവേഷൻ അത് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ വർക്ക് ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിളാണ്. ഇറ്റ് ഹാസ് നോ പാസ്റ്റ് ടെൻസ് ഓർ ഫ്യൂച്ചർ ടെൻസ് ഓർ പ്രസന്റ് ടെൻസ്. കാരണം അത് എപ്പോഴും സ്വർഗത്തിൽ നിത്യമായതും സ്ഥിരമായതുമായ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അടുത്ത വാക്യം. ഈ ന്യൂനെസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് മനസ്സിലാക്കുവാൻ കൂടുതലും യോഹന്നാന്റെ സുവിശേഷമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. എങ്ങനെയാണ് ലൈഫ് വരുന്നതെന്നും എങ്ങനെയാണ് ലൈഫിൽ നമ്മൾ ജീവിക്കാൻ പറ്റുന്നതെന്നുള്ളത് യോഹന്നാന്റെ പ്രതിപാദ്യമാണ്. വളരെ പ്രധാനമാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഗോസ്പൽ. ഓക്കെ, 8ാമത്തെ വാക്യം. For if we have been united with him in a death like his, we shall certainly be united with him in a resurrection like this. അപ്പൊ ഈ മരണത്തോട് നമ്മൾ ജീവിതകാലം മുഴുവൻ അനുരൂപപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു തത്വം നമ്മളിലേക്ക് വർക്ക് ചെയ്താൽ, അല്ലാതെ ഒരു ദിവസം സ്നാനപ്പെട്ടാൽ എന്നുള്ള അർത്ഥത്തിലല്ല അത് പറയാം. ജെനുവിൻ സ്നാനമാണെങ്കിൽ ശരിക്കും നമ്മൾ മരിച്ചിട്ടാണ് സ്നാനപ്പെട്ടതെങ്കിൽ ദാറ്റ്സ് എ ലൈഫ് ലോങ് എൻഡ്യൂർ. നിങ്ങൾ അങ്ങനെ ആ മരണത്തോട് സദൃശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു പ്രവൃത്തികളാലും അല്ലാതെ ഈ വിശ്വാസത്താൽ, ഞാൻ മരിക്കുന്നു ജീവിക്കുന്ന ക്രിസ്തു അത്ര, ഈ വിശ്വാസത്താൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? യുവർ സിൻ ഓർഗൻസ് വിൽ ബി എംബ്രേസിങ് ഡെത്ത്. പാപ അവയവങ്ങൾ, ഈ ലോകത്തിന്റെ അവയവങ്ങൾ മരണത്തെ സ്വീകരിക്കുകയും നമ്മൾ ക്രിസ്തുവിലുള്ള ജീവനുള്ളവരായി മാറുകയും ചെയ്യും. അത് പുനരുത്ഥാനത്തിലേക്ക് നമ്മളെ നയിക്കും. കാരണം ഡെത്ത് എന്ന പ്രിൻസിപ്പിൾ ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അവിടെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു പുനരുത്ഥാനം കാത്തിരിക്കുന്നു. സോ യു ആർ എംബ്രേസിങ് ദ ഡെത്ത് പ്രിൻസിപ്പിൾ. ഇതിനർത്ഥം നമ്മൾ പെർഫെക്റ്റ് ആയി എന്നോ നമ്മൾ എല്ലാ പ്രവൃത്തികളും നന്നായി എന്നോ പാപം ചെയ്തില്ല എന്നൊന്നും അല്ല. വി ആർ ഡ്രിവൺ ബൈ ക്രൈസ്റ്റ് ഇൻ us. നമ്മൾ ആ ഒരു കർത്താവിലേക്ക്, ആ വിശുദ്ധീകരണത്തിലേക്ക് ഓടുന്നവരാണ് വീണ്ടും ജനിച്ചവരെല്ലാവരും. ഇടയ്ക്ക് വീഴ്ചകൾ സംഭവിച്ചാലും ദേ സ്റ്റിൽ റൺ. ഓക്കെ, ഞാൻ ഒരു പുസ്തകത്തിൽ പണ്ട് ഞാൻ വായിച്ചതാണ് ഈ സാങ്ക്ടിഫിക്കേഷന്റെ ഒരു പിക്ചർ. അതിനെ അവരിങ്ങനെ ഷെയർ ചെയ്ത് കാണിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനത് വരയ്ക്കാൻ ശ്രമിക്കാം. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ താഴെ ഇങ്ങനെ ഈ ലെവലിൽ കുഴികളായിട്ട് ഇങ്ങനെ പോവാണ്, എഴുന്നേറ്റും നിന്നും. അപ്പോഴാണ് പെട്ടെന്ന് സുവിശേഷം കേൾക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ മരണം എന്ന തത്വം അവൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അവൻ പെട്ടെന്ന് ഒരു ഉത്സാഹത്തോടുകൂടി അവൻ ഒരു ആത്മീക അഭിവൃദ്ധി പ്രാപിക്കും. നമുക്കറിയാം, സ്നാനപ്പെടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സ്നാനപ്പെടുന്ന കുറെ നാളത്തേക്ക് നമുക്ക് ഭയങ്കര ഉത്സാഹവും ആവേശമൊക്കെ ആയിരിക്കും. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഭയങ്കര ഉത്സാഹം തോന്നുന്ന ഒരു കാലമാണ് ഈ സ്നാനപ്പെടുന്ന കാലം. അതങ്ങനെ കുറെ നാൾ പോവും. കുറെ നാൾ പോയി പതുക്കെ ക്ഷീണിച്ച് മന്ദഗതിയായി ഇങ്ങനെ ചർച്ചയിൽ ഇങ്ങനെ രാവിലെ വരും പോകുന്നുള്ള സ്ഥിതിയിൽ വരും. അപ്പൊ ഒരു സാങ്ക്ടിഫിക്കേഷന്റെ കേട്ടോ, സ്വർഗത്തിന്റെ കാര്യമല്ല പറയുന്നത്. ദാറ്റ്സ് അനദർ തിങ്. ഓക്കെ, അപ്പൊ ഈ സാങ്ക്ടിഫിക്കേഷന്റെ കർവ് ഇങ്ങനെ വരും. എന്നിട്ട് പിന്നെ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു വീഴ്ച, ഒരു തെറ്റ് സംഭവിക്കും. ഇപ്പൊ കുറെ താഴോട്ട് പോകും. ഇതെല്ലാം ഇങ്ങനെ വരച്ച കേട്ടോ, ഇത് ബൈബിളിൽ നിന്നൊന്നുമല്ല. അങ്ങനെ കുറഞ്ഞും കൂടിയും ഇങ്ങനെ കൂടി ഇത് അവസാനം കുറഞ്ഞും ചാടിയും ഒക്കെ നമ്മള് ഒരു ലൈൻ ഇവിടെ നിന്ന് വരച്ചാൽ, വേറെ വരയ്ക്കാം. ഒരു ലൈൻ ഇവിടെ വരച്ചാൽ ഇതാ, അത് മുകളിലോട്ടായിരിക്കും താഴോട്ടായിരിക്കും, അത് എപ്പോഴും മുകളിലോട്ടായിരിക്കും. അതിനർത്ഥം നമുക്ക് വീഴ്ചകൾ പറ്റുന്നില്ലെന്നല്ല, വീഴ്ചകൾ പറ്റുന്നുണ്ട്. പക്ഷെ ആ മരണം എന്ന അവസ്ഥ നമ്മളിൽ ഉള്ളത് കൊണ്ട്, ക്രിസ്തുവിന്റെ മരണത്തോട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒരു സാങ്ക്ടിഫിക്കേഷന്റെ പ്രോസസ്സിലാണ് എപ്പോഴും തുടരുന്നത്. ഈ സാങ്ക്ടിഫിക്കേഷനെയാണ് നമ്മൾ ഫങ്ഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത്
അനുദിന ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്താൽ ഓട്ടമോടി എത്തുന്ന ആ ഒരു വിശുദ്ധീകരണത്തിന്റെ തലം. ഓക്കെ, അതിന് നമ്മൾ ഫങ്ഷണൽ, പൊസിഷണൽ അല്ല. പൊസിഷൻ എന്ന് പറയുന്ന കർത്താവിൽ നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടാണ് പിതാവ് കാണുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കൊരു കുഞ്ഞുണ്ടാക്കി കഴിയുമ്പോൾ കുഞ്ഞിനെ നമ്മുടെ മകനായിട്ട് കാണും. എന്ത് ഇംപെർഫെക്ഷൻ ഉണ്ടെങ്കിലും എന്ത് കഷ്ടത ഉണ്ടെങ്കിലും ഹീസ് അവർ സൺ. ആ സ്റ്റാറ്റസിന് മാറ്റമില്ല. എന്നാൽ വളർച്ചയ്ക്ക് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും മകൻ എന്നുള്ള സ്റ്റാറ്റസിന് വ്യത്യാസം വരുന്നില്ല. അതേ സമയത്ത് നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ തലം ഏറി കുറഞ്ഞും കൂടിയും ഇതാണ് നമ്മൾ അനുഭവിക്കുന്നത്. സാങ്ക്ടിഫിക്കേഷൻ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അവന്റെ മരണത്തെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ യാത്ര ക്രിസ്തു ലക്ഷ്യമാക്കി ആയിരിക്കും. ആ ക്രിസ്തു ലക്ഷ്യമാക്കി യാത്ര ചെയ്യാനുള്ള ആ മനപരിവർത്തനമാണ് ശരിക്കും നമ്മുടെ സാൽവേഷൻ അല്ലെങ്കിൽ വീണ്ടും ജനനം എന്ന് പറയുന്നത്. പരിവർത്തനം പോലും അല്ല, അതൊന്ന് മാറ്റി മറ്റൊന്ന് നമ്മളിൽ വെക്കുന്നതാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. സംടൈംസ് വി മേ ഹാവ് സോ മെനി ക്വസ്റ്റ്യൻസ് അബൌട്ട് സയന്റിഫിക്കേഷൻ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സഭയിൽ തല്ലിപ്പൊളിയും വഴക്കം ഉണ്ടായിട്ടുള്ളത്, ഡോക്ട്രിനൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളത് സാങ്ക്ടിഫിക്കേഷനെ സംബന്ധിക്കുന്ന ഉപദേശങ്ങളിലൂടെയാണ്. സാങ്ക്ടിഫിക്കേഷൻ മനസ്സിലാക്കാൻ ഒത്തിരി ആളുകളും പ്രയാസപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും ഈ വിശ്വസിക്കുന്നത് രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, ബാക്കിയുള്ളതെല്ലാം പ്രവൃത്തികളാണെന്നാണ്. പക്ഷെ നമ്മുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നതല്ല അതിന്റെ സാങ്ക്ടിഫിക്കേഷന്റെ റീസൺ. അത് കർത്താവ് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. അവന്റെ മരണത്തോട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി, അവന്റെ ആത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് ഈ വിശുദ്ധീകരണത്തിന്റെ ഫൗണ്ടേഷൻ. അതിനർത്ഥം നമ്മൾ പ്രവർത്തിക്കേണ്ടെന്നല്ല, പ്രവൃത്തികൾ ഈ വിശുദ്ധീകരണത്തിന്റെ ഫലമായി നമ്മളിൽ ഉണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. സോ വർക്ക് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് അവർ സാങ്ക്ടിഫിക്കേഷൻ. അതായത് നമ്മൾ പ്രവർത്തിച്ച് വിശുദ്ധരാവുകയല്ല, വിശുദ്ധരായി പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അശുദ്ധനായിരിക്കെ തന്നെ നല്ല പ്രവൃത്തി ചെയ്ത് നമ്മൾ വിശുദ്ധരാവുകയല്ല. നമുക്ക് ദൈവികമായൊരു സ്വഭാവം ലഭിച്ചത് കൊണ്ട് നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുകയാണ്. സോ സൽപ്രവൃത്തികൾ കംസ് ആസ് എ റിസൾട്ട് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. സോ നാച്ചുറലി മനുഷ്യൻ ചിന്തിക്കുന്നത് സൽപ്രവൃത്തികൾ ചെയ്ത് വിശുദ്ധരാകാവുന്നതാണ്. അങ്ങനെ കാത്തലിക് ചർച്ചിന്റെ ഒക്കെ കൺസെപ്റ്റ് എങ്ങനെയാണ്? അവർ വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ്? സൽപ്രവൃത്തികളൊക്കെ നോക്കിയിട്ടാണ്. എന്നാൽ നമുക്കറിയാം വിശുദ്ധനായാൽ മാത്രമേ സൽപ്രവൃത്തികൾ ചെയ്യാൻ പറ്റുള്ളൂ. സൽപ്രവൃത്തികൾ ചെയ്തല്ല വിശുദ്ധനാകുന്നത്. വിശുദ്ധനാക്കപ്പെട്ടതുകൊണ്ടാണ്, മനംമാറ്റം ദൈവം സംഭവിപ്പിച്ചതുകൊണ്ടാണ്, ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ് നമുക്ക് സൽപ്രവൃത്തികൾ ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, we were not able to do these good works when we were not born again. എന്നാൽ വീണ്ടും ജനിച്ച ശേഷം, ആത്മാവിനെ ലഭിച്ച ശേഷം, അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ട ശേഷം, ക്രിസ്തു നമ്മളിൽ വസിച്ച ശേഷമാണ് നമുക്ക് സൽപ്രവൃത്തികളിലേക്ക് നോക്കാൻ തന്നെ കഴിഞ്ഞത്. അതിനു മുൻപ് ചെയ്തുകൊണ്ടിരുന്ന ജഡത്തിന്റെ പ്രവൃത്തികളുടെ മേൽ ദൈവത്തിന് യാതൊരുവിധ പ്രസാദവുമില്ല. ഓക്കെ, we know that our old flesh was crucified with him in order that the body of sin might be brought to nothing, so that we would no longer be enslaved to sin. For one who has died has been set free from sin. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഇത് നമുക്കൊരു പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. എന്തുകൊണ്ട് ഇത് എല്ലാ വാക്യങ്ങളും പ്രധാനമാണെങ്കിലും നമ്മുടെ മരണം, നമ്മുടെ സ്പിരിച്വൽ സർക്കംസിഷൻ എങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണിത്. എങ്ങനെയാണത് സംഭവിച്ചത്? when Christ died, I died. അവൻ മരിച്ചപ്പോൾ ഞാനും മരിച്ചു. ആ ക്രൂശിൽ കർത്താവ് അനുഭവിച്ച വേദന, പ്രാണവേദന, അത് ഞാൻ അനുഭവിക്കേണ്ട എൻ്റെ വേദനയായിരുന്നു. അവനെ കരഞ്ഞ് നിലവിളിച്ചത് എൻ്റെ വേദന ചുമന്നുകൊണ്ടാണ്. അപ്പൊ എനിക്കിനി മരിക്കുമ്പോൾ പെയിൻ ഇല്ല. എനിക്ക് മരിക്കുമ്പം ദൈവത്തിന്റെ കോപത്തിന്റെ ന്യായവിധിയുടെ മുമ്പിൽ പോയി നിൽക്കണമല്ലോ എന്നുള്ളൊരു ഉത്കണ്ഠ എനിക്കില്ല. അതാണ് ശരിക്കും മരണഭയം എന്ന് പറയുന്നത്. എങ്ങനെ ദൈവത്തെ അഭിമുഖീകരിക്കും എന്നുള്ളതാണ് മരണഭയം. ശരിക്കും ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന പ്രാണഭയമല്ല, മരണഭയമാണ്. ദാറ്റ്സ് എ ടോക്സിക് എനിമി. പലരും മരണഭയം ഉണ്ടെങ്കിൽ എക്സ്പ്രസ് ചെയ്യാറില്ല. കാരണം അത് തിരിച്ചറിയാൻ തന്നെ പ്രയാസമാണ്. ഈ ഫിയർ ഓഫ് ഡെത്ത് എന്ന് പറയുന്നത്, ഫിയർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് രണ്ടാണ്. ബൈബിളിൽ
ലോകത്തിൽ അതിനൊരേ അർത്ഥമേ ഉള്ളൂ. പക്ഷെ ബൈബിളിനെ സംബന്ധിച്ച്, വേദപുസ്തകത്തെ സംബന്ധിച്ച് ഫിയർ ഓഫ് ഡെത്ത് എന്ന് പറയുന്നു, ഫിയർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് രണ്ടിനാണ്. ഫിയർ ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് കർത്താവിന് മുമ്പിൽ എങ്ങനെ നിൽക്കൂ എന്നുള്ളതാണ്. ബിക്കോസ് ലൈഫ്, പുതിയ നിയമം അനുസരിച്ച് ലൈഫ്, ജീവൻ, ദൈവത്തെ അറിയുന്നതും അവന്റെ പങ്കാളിത്തവുമാണ് ജീവൻ. അപ്പൊ മരണഭയം എന്ന് പറയുന്ന കർത്താവിന് മുമ്പിൽ എങ്ങനെ നിൽക്കൂ എന്നുള്ള ഒരു ഭയങ്കരമായ ഇന്നർ ഫിയർ ആണ്. എന്നാൽ പ്രാണഭയം എന്ന് പറയുന്ന വേറൊരു സാധനമാണ്. പൗലോസ് പറയുന്നു, പല സമയത്തും ഞാൻ പ്രാണഭയത്തിലായി. അതിനൊരു എക്സാമ്പിള്, ഇന്നലെ ഞാൻ ഒരു ചർച്ചിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കത് ക്ലിയർ ആയത്. നീ മിക്കവാറും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ലിയർ ആകുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തില് മരണത്തെ കുറിച്ച് പറയുന്ന 1-2 വാക്യങ്ങളുണ്ട്. അതിന്റെ 29-30 വാക്യങ്ങൾ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു പ്രയോഗം അതിനകത്തുണ്ട്. 29-30 വാക്യങ്ങൾ ഞാനത് മലയാളത്തിൽ വായിക്കാം. ഒരു മിനിറ്റ്. മലയാളം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർത്തുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? ഞങ്ങൾ നാഴിക തോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? ഈ ചോദ്യം എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ലായിരുന്നു. അതായത് മരിച്ചവർ പുനരുത്ഥാനം ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ പ്രാണഭയത്തിലാകുന്നത്. പുനരുത്ഥാനം ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തിനാ വെറുതെ പ്രാണഭയത്തിലാകുന്നതെന്നാണ് ചോദിക്കുന്നത്, അല്ലെ? നേരെ തിരിച്ചല്ലായിരുന്നു ചോദിക്കണ്ടേ? മരിച്ചവർ പുനരുത്ഥാനം ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ വെറുതെ പ്രാണഭയത്തിലാകുന്നത്? അങ്ങനെയല്ല ചോദിച്ചേക്കുന്നത്. വ്യർത്ഥമാണോ എന്ന് ചോദിച്ചേക്കുന്നത്, ആ അർത്ഥത്തിലാണ്. അതുപോലെ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്ന കാര്യം ഇതും ഒന്ന് പറഞ്ഞേക്കാം. കാരണം ഈ പല ആൾക്കാരും മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുക എന്നുള്ളത് ഒരു ഉപദേശമാണ് പൗലോസ് പറഞ്ഞാണ്. അന്നത്തെ കാലത്ത് അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലൊക്കെ ഉണ്ടായിരുന്നു പറയാൻ വേണ്ടി, സ്ഥാപിക്കാൻ വേണ്ടി പറയാറുണ്ട്. ഈ ആർഗ്യുമെന്റ് അങ്ങനെയല്ല വരുന്നത്. ഉദാഹരണത്തിന്, മരിച്ച് സ്നാനപ്പെടാത്ത ആരും സ്വർഗത്തിൽ പോകില്ല എന്ന് വിശ്വസിക്കുന്ന കത്തോലിക്ക സഭ യാക്കോബ സഭയാണ്, പട്ടത്ത് സഭയാണ്. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു കുഞ്ഞ് മരിച്ചുപോയി, സ്നാനപ്പെട്ടില്ല, അവൻ സ്വർഗത്തിൽ പോകുന്ന തന്നെ നമ്മൾ വിശ്വസിക്കും. നമ്മുടെ വിശ്വാസം അതാണ്. ബിക്കോസ് ഗോഡ്സ് വിൽ. നമുക്ക് അതിൽ കൂടുതലൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. ബട്ട് വിശ്വസിക്കാത്ത ഒരാൾ ഒരു കർമ്മം ചെയ്താൽ സ്വർഗത്തിൽ പോകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഇനി രക്ഷിക്കപ്പെട്ട ഒരാൾ സ്നാനപ്പെടുന്നതിന് മുമ്പ് മരിച്ചു പോയാലും അവന് സാഹചര്യം ഉണ്ടായില്ലെങ്കിലും അവൻ മരിച്ച് നരകത്തിൽ പോകും നമ്മൾ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് സാൽവേഷൻ ഇസ് ബൈ ഗ്രേസ് അലോൺ, ഫെയ്ത്ത് അലോൺ, നോട്ട് ബൈ എനി ഓഫ് ദ തിങ്സ് ദാറ്റ് എ മാൻ ഡസ്. എന്നാൽ കത്തോലിക്ക സഭക്കാരും വിശ്വസിക്കുന്നത് കുഞ്ഞ് മരിച്ചു പോകുന്ന, മാമോദിസ വെള്ളം തലയിൽ വീഴാതെ കുഞ്ഞ് മരിക്കുന്നത് ശാപമാണെന്ന്, നരകമാണെന്നാണ്. അതുകൊണ്ട് അവരെത്രയും പെട്ടെന്ന്, ശിശുസ്നാനം ഉണ്ടായത് തന്നെ എങ്ങനെയാണ്, എത്രയും പെട്ടെന്ന് സ്നാനപ്പെടുത്തും. അത് കഴിഞ്ഞ് യാക്കോബക്കാരൊക്കെ പിന്നെ കുറെ പേര് വിശ്വാസത്തിൽ വരും. മർത്തോമക്കാരൊക്കെ കുറെ പേര് പിന്നെ കഴിയുമ്പോൾ വിശ്വാസത്തിൽ വരും. അവർ വിശ്വസിച്ച് കഴിയുമ്പം അവർ പറയും സ്നാനമൊന്നും വേണ്ട. അത് റോമറുടെ 6 പറഞ്ഞേക്കുന്ന മനസ്സിന്റെ മാറ്റത്തെ കുറിച്ചാണ്. സ്നാനപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, എങ്കിൽ നിങ്ങൾ ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നത് എന്തിന്? അവരോട് ചോദിക്കാൻ മേലെ. അങ്ങനെയാണെങ്കിൽ ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നത് വ്യർത്ഥമല്ലേ? സ്നാനം വേണ്ട എന്ന് പറയുന്ന നിങ്ങൾ എന്തിനാണ് ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നത്? അതേപോലൊരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. മരിച്ചവർ പുനരുത്ഥാനം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ മരിച്ചവരുടെ സ്നാനം എന്നും പറഞ്ഞ് നടക്കുന്നത്? അപ്പൊ അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഇത് വിശ്വസിക്കുന്നില്ല. അതുപോലെ ഐറണി, അത് ഒരാളുടെ വിശ്വാസത്തിലുള്ള ഐറണിയെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് പൗലോസ് പറഞ്ഞത്. നമ്മൾ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളുടെ സ്നാനം? അപ്പൊ ഞാൻ അങ്ങനെ ഒരു എഴുത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞുങ്ങളുടെ സ്ഥാനത്തിൽ വിശ്വസിക്കുന്നതാണെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. ഞാനോട് ചോദിച്ചത്, നിങ്ങൾ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തിനാണ് തളിപ്പിക്കുന്നത് കൊണ്ടുപോയി? അപ്പൊ സ്നാനം ശരിക്കും ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യരുത്? ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി മാമോദിസ മുക്കരുത്. ദിസ് ഈസ് വാട്ട്. ഇനി അടുത്തത്, ഞങ്ങൾ പ്രാണഭയത്തിലാകുന്ന എന്തിന് എന്നുള്ള ചോദ്യം.
ഞങ്ങൾ പ്രാണഭയത്തിലാകുന്നുണ്ട്. അതിന്റെ കാരണം ഈ പ്രാണഭയം എന്ന് പറയുന്നത് അത് മരണഭയമല്ല. ഉദാഹരണത്തിന് ഒരാൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ തോക്ക് ചൂണ്ടിട്ട് കൊന്നുകളയെന്ന് പറഞ്ഞ് കാഞ്ചി വലിക്കുന്നതാണ് നമുക്ക് എന്ത് തോന്നും? നമ്മൾ ചിരിച്ചോണ്ട് ഒരു ചായ കുടിച്ചോണ്ടിരിക്കുവോ? ഇല്ല, നമുക്ക് ഉള്ളിലൊരു പ്രാണഭയം തോന്നും. ഈ പ്രാണഭയം എന്ന് പറയുന്നത് ആ പ്രാണൻ വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന വെപ്രാളമാണ്. അതെല്ലാ മനുഷ്യനും ഉണ്ടാകാം, പ്രാണഭയം ഉണ്ടാകാം. അതുകൊണ്ട് പൗലോസ് ചോദിക്കുകയാണ്, ഞങ്ങൾ മനഃപൂർവ്വമായിട്ട് ഈ പ്രാണഭയം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ വിട്ടുകളയുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഓരോ നിമിഷവും മരണം വരാവുന്ന അന്തരീക്ഷത്തിൽ ഞങ്ങൾ ഇങ്ങനെ പോകാനുള്ള റീസൺ എന്താണ്? അതിന്റെ റീസൺ ഞങ്ങൾക്കൊരു പുനരുത്ഥാനം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? മരണഭയം. അതിന് താഴോട്ട് എഴുതാൻ പറയുന്നുണ്ട്, ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തിരുന്നു. അപ്പൊ പൗലോസ് വളരെ ബലഹീനമായ മനുഷ്യനെന്ന് പലരും പറയാറുണ്ടെങ്കിലും മൃഗയുദ്ധം ജയിച്ചു വന്ന ആളാണ്. തോറ്റുപോയിരുന്ന പൊടി പോലും കാണുകയില്ലായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ മൃഗയുദ്ധം ചെയ്യുമ്പം ഭയങ്കര പ്രാണഭയമല്ലേ? ഒരു പട്ടി കുറച്ചുകൊണ്ട് ചാടി വന്നാൽ തന്നെ പ്രാണഭയം ഉണ്ടാവും. എത്ര ആത്മീയനാണെങ്കിലും വിശ്വാസിയാണെങ്കിലും ആ പ്രാണഭയം ഉണ്ടാവും. ഒരു പാമ്പ് ചീറിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ പ്രാണഭയം ഉണ്ടാവില്ലേ? പ്രാണഭയം ഉണ്ടാവും. മരണഭയം അല്ലത്. മരിക്കാൻ പേടിയെന്നുള്ളവരല്ല ഈ പ്രാണഭയം അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. അത് പ്രാണഭയമാണ്. അപ്പൊ അത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്ന അറിയാം. പക്ഷെ ആ സമയത്തെ വേദന, ആ സമയത്തെ ക്രോസിംഗ് ഓവറീസ്, അത് നമുക്ക് ആ ഒരു സെപ്പറേഷന്റെ പെയിൻ കൊണ്ടുവരും. പൗലോസ് പറയാണ്, ഇങ്ങനെ ഞാൻ ഈ പ്രാണഭയത്തിലാകുന്നത് ഞങ്ങൾ പോയി ആകുന്നതാണ്. ഞങ്ങൾ വീട്ടിൽ അടങ്ങിയിരുന്ന പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രാണഭയത്തിലാകുന്നതെന്ന് ചോദിച്ചതിന്റെ അർത്ഥം മനസ്സിലായോ? അത് ഈ പുനരുത്ഥാനം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാണഭയം ഉണ്ടാക്കുന്ന അന്തരീക്ഷത്തിൽ മൃഗയുദ്ധം ചെയ്യാനൊക്കെ പോയിന്റ് വരുന്നത് എന്നാ പറയുന്നത്. അപ്പൊ മരണഭയം എന്ന് പറയുന്നത്, അത് ഇംഗ്ലീഷ് വായിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലായത്. ഇംഗ്ലീഷിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് കിങ് ജെയിംസിൽ എഴുതിയിരിക്കുന്നത് വൈ ഷുഡ് വി പുട്ട് അവർ ലൈഫ്സ് ഇൻ ജെപ്പാർഡി. അതായത് ഞങ്ങളുടെ ജീവിതം എന്തിനാണ് ഞങ്ങൾ അപകടത്തിലാക്കി പ്രാണഭയത്തിന്റെ അവസ്ഥയിൽ എത്തിക്കുന്നത്? ബിക്കോസ് വി നോ ദാറ്റ് വി വിൽ ബി റിസൺ. നമ്മൾ കർത്താവിന്റെ കൂടെ എഴുന്നേൽക്കും എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ 6-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ റോമർ 6 നമ്മൾ കാണുന്നത് മരിച്ചു, അവന്റെ കൂടെ മരിച്ചു എന്നുള്ളൊരു തത്വം നമ്മളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തത്വം നമ്മളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മരണം എന്നുള്ളത് സംഭവിച്ചു കഴിഞ്ഞ ഒരവസ്ഥയിൽ നമ്മൾ അത് ഏറ്റെടുക്കണം. വാട്ട് ഡെത്ത് ഈസ് ദാറ്റ്? ആ ഡെത്ത് എന്ന് പറയുന്നത് എന്റെ പാപ ജഡത്തിന്റെ മരണമാണ്. ആത്മീക മരണമല്ല. സിൻഫുൾ ഫ്ലഷ് ഈസ് റിമൂവ്ഡ്. ആ മരണമാണ്. അതായത് ഞാൻ നടന്നു വന്ന വഴികൾ, ഞാൻ ജീവിക്കുമായിരുന്ന ജീവിതം, എനിക്ക് ഈ ലോകത്ത് കിട്ടാമായിരുന്നത്, അതിനോടെല്ലാം ഞാൻ മരിച്ചു. ആളുകളുടെ അഭിപ്രായങ്ങളോട് ഞാൻ മരിച്ചു. ഇതും ഭയങ്കര പെയിൻഫുൾ ആണ്. പെയിൻ ഇല്ലാതെയല്ല നമ്മൾ മരിക്കുന്നത്. പക്ഷെ പുനരുത്ഥാനത്തിന്റെ ഒരു വാഗ്ദത്തം ഉള്ളതുകൊണ്ട് ക്രിസ്തുവിന്റെ കൂടെ മരിച്ചവരെല്ലാം ആ മരണഭയത്തെ തോൽപ്പിച്ചിരിക്കുന്നു. ദാറ്റ് മീൻസ് ആ മരണഭയം, ഏത് മരണഭയം? നമുക്ക് മറ്റുള്ളവർക്കുണ്ടാകുന്ന മരണഭയം ഉണ്ടാവില്ല. ആ മരണഭയം ഞാൻ ദൈവത്തിന് മുമ്പിൽ എങ്ങനെ നിൽക്കും എന്നുള്ളതാണ്. ബിക്കോസ് യു ആർ ഓൾറെഡി ഡെഡ് ഇൻ ക്രൈസ്റ്റ്. ആ മരണം നമ്മളിൽ നിന്ന് നീക്കപ്പെട്ടിരിക്കുന്നു. ബിക്കോസ് ഒരിക്കൽ മാത്രം മരിച്ചാൽ മതി. ആ മരണം അത് നമ്മൾ കർത്താവിന്റെ കൂടെ മരിച്ചിരിക്കുന്നു. ഇനി ആ ഒരു മരണത്തിൽ നമുക്ക് പെയിൻ ഇല്ല. ബിക്കോസ് ദ ലോർഡ് ഹാസ് ടേക്കൺ ഓൾ മൈ പെയിൻ. ശരിക്കും നമ്മൾ കർത്താവിന്റെ കൂടെയുള്ള മരണം അനുഭവിക്കുന്ന നമുക്ക് ആന്തരികമായ ഒരു വേദന ഉണ്ടാക്കുന്നില്ല. ഇൻസ്റ്റെഡ് ഇറ്റ് ഗിവ്സ് us so much of joy. നമുക്കത് ആനന്ദമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്രിസ്തുവിന്റെ കൂടെയുള്ള മരണം എന്ന് പറയുന്നത് ആനന്ദകരമാണ്. That is where the emphasis should go. We rejoice in his death, in the identification of his death and resurrection, with his death and resurrection. Okay. അപ്പോൾ ശരിക്കും അവൻ്റെ കൂടെ മരിക്കാതെ ഈ പാപത്തിന്റെ ബോഡി നീങ്ങിപ്പോയില്ല. നമ്മളെ നന്നാക്കാൻ ദൈവത്തിന് പോലും പ്ലാനില്ല. നിങ്ങളെ നന്നാക്കാനുള്ളൊരു പദ്ധതി ദൈവത്തിന്റെ കയ്യിലില്ല. ഏതായാലും ദൈവം അങ്ങനെ ഒരു പദ്ധതി അവതരിപ്പിച്ചിട്ടില്ല. മനുഷ്യനെ ഞാൻ നന്നാക്കി എടുത്തേക്കാം, ഇല്ല. അതുകൊണ്ട് നിങ്ങൾ നന്നാകുമെന്ന് നാളെ ന്യൂ ഇയർ ആയിട്ട് ആരും വിചാരിക്കണ്ട. നന്നാവില്ല.
അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? നമ്മളെ മരണത്തിന് വിടുകയാണ്. ആ പഴയ ജഡത്തെ അവസാനിപ്പിക്കാൻ, ടെർമിനേറ്റ്സ് ഇറ്റ് ഓൺ ദ ക്രോസ്. ഹൗ മെനി ഓഫ് യു ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്? നിങ്ങൾ എത്ര പേർ കർത്താവിനോട് മരിച്ചിട്ടുണ്ട്? ആ മരണം ഒരിക്കൽ നിങ്ങൾ വാഗൊണ്ട് കൺഫസ് ചെയ്തതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെത്ത്, അത് നമ്മളിൽ വർക്കാവുന്നതിനെ കുറിച്ചാണ്. ആക്റ്റീവ്ലി ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെത്ത് ഇൻ വർക്ക് വിത്ത് us. ഓക്കെ, അടുത്ത വാക്യം. അങ്ങനെ മരിച്ചവൻ, എങ്ങനെ മരിച്ചവൻ? ക്രിസ്തുവിന്റെ കൂടെ മരിച്ചവൻ, പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെട്ടിരിക്കുന്നു. ഈസ് നോ മോർ എൻസ്ലേവ്ഡ്, ഈസ് നോ മോർ എ സ്ലേവ്. ഇത് ഞാൻ പ്രാക്ടിക്കലി അനുഭവിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ ശാരീരികമായ ഇൻവോളണ്ടറി സിൻസ് എത്ര നമ്മളിൽ ഉണ്ടായാലും നമ്മളുടെ മരണത്തോട് ഏകീഭവിക്കുമ്പോൾ ഈ ഹോർമോണുകളെല്ലാം സ്റ്റോപ്പ് ആവും. ആ ഫെയ്ത്തിന് അത്ര ഭയങ്കര പവറുണ്ട്. ഐ ഡൈഡ് എന്ന് പറയുമ്പോഴേക്കും, അത് എൻ്റെ ഒരു ഫെയ്ത്തായി മാറുമ്പോഴേക്കും, ഞാൻ മരിച്ചു എന്ന് പറയുമ്പോഴേക്കും എനിക്കുണ്ടാകുന്ന വികാരങ്ങളെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോലെ നിൽക്കും ഫോർ ദാറ്റ് വൺ മോമെന്റ്. പിന്നെ അത് വരും. അതുകൊണ്ട് ഈ മരണം എന്ന് പറയുന്ന ഒരു തത്വമായിട്ട് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് വരും. സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, എട്ടാം വാക്യം. Now, if we have died with Christ, we believe that we will also live with him. നമ്മൾ അവന്റെ കൂടെ മരിച്ചവരാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഒരു കാര്യം, നമ്മൾ അവന്റെ കൂടെ ജീവിക്കുകയും ചെയ്യും. റോമർ 7:4 പറയുന്നു, നാം ദൈവത്തിന് ഫലം കൊടുക്കുമാർ മരിച്ചുയർത്തെഴുന്നേറ്റ വേറൊരുവനാകേണ്ടത് ക്രിസ്തുവിന്റെ ശരീര നിമിത്തം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിന്റെ സ്വന്തമായി മാറാൻ വേണ്ടിയാണ്. We will live with him. നാം അവന്റെ കൂടെ ജീവിക്കും. ഓക്കെ, അപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ് ഇനി we know that Christ being raised from death will never die again. Death has no longer dominion over him. അപ്പൊ അവൻ മരിച്ചു പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ ഇനി ഒരിക്കലും മരണം കീഴടക്കിയില്ല. അതുകൊണ്ടാണ് മരിച്ചവരെന്നുള്ള ആദ്യ ഫലം ക്രിസ്തു എന്ന് പറയുന്നത്. ലാസർ അല്ല, ഏലിയാവ് ഉയർപ്പിച്ച ആൾക്കാരല്ല, ഹാനോക്കല്ല, ഏലിയാവല്ല, എലീശയുടെ കാലത്ത് പുനർജന്മം പ്രാപിച്ചവരല്ല, ഇവരാരും അല്ല. മരിച്ചവരെന്നുള്ള ആദ്യ ഫലം ക്രിസ്തുവാണ്. അതിന്റെ കാരണം ബാക്കിയുള്ളവരൊന്നും ഒരു പുനരുത്ഥാനമല്ല അനുഭവിച്ചത്. ബാക്കിയുള്ളവരെല്ലാം എഴുന്നേറ്റ് വന്നു, പക്ഷെ വീണ്ടും മരിക്കും. അവർ മരണത്തിന് അധീനമായ ശരീരത്തോടെ തന്നെയാണ് പിന്നെയും വന്നത്. എന്നാൽ യേശു ക്രിസ്തുവിന് ഇനി മരണമില്ലാത്ത രീതിയിൽ അവൻ തേജസ്സിന്റെ ശരീരമാണ് പ്രാപിച്ചത്. അപ്പൊ നമ്മുടെ അവകാശം അതാണ്. ഓക്കെ, നമ്മൾ സാധാരണ മരിച്ച് എഴുന്നേറ്റ് വരുന്നവരല്ല നമ്മൾ എഴുന്നേറ്റ് വരുന്നത്, തേജസ്സോടു കൂടിയാണ് എഴുന്നേറ്റ് വരുന്നത്. ഡെത്ത് ഹാസ് നോ ലോങ്ങർ ഡൊമീനിയൻ ഓവർ ഹിം. അതായത് കർത്താവിന് മുകളിൽ എന്തില്ല? പാപത്തിന് അധികാരമില്ല, ഡൊമീനിയൻ ഇല്ല. അന്നുമില്ല, ഇന്നുമില്ല. നമ്മുടെ മുകളിലും കർത്താവിന്റെ കൂടെ മരിച്ചാൽ നമുക്കും മരണത്തിന് നമ്മുടെ മുകളിൽ ഡൊമീനിയൻ എടുക്കാൻ കഴിയില്ല. ഈ ഡൊമീനിയൻ എടുക്കുക എന്ന് പറയുന്നത് അധികാരം എടുക്കുക, ഡൊമീനിയൻ. ദാറ്റ് മീൻസ് സിൻസ് പവർ ഈസ് വീക്കൻഡ്. സിൻ ഈസ് നോ ലോങ്ങർ പവർഫുൾ ഇനഫ് ടു കൺട്രോൾ മീ. അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ബിക്കോസ് ഐ എം സെറ്റ് ഫ്രീ ഫ്രം ദാറ്റ് മാസ്റ്റർ. അപ്പോൾ ഡൊമീനിയൻ എന്ന് പറയുന്നത് എന്താണ്? ഡൊമീനിയൻ എന്ന് പറയുന്ന അധികാരമാണ്. അപ്പൊ പാപത്തിന് എന്റെ മേൽ അധികാരമില്ല. For the death he died to sin once for all, but the life he lives to God. Okay. അപ്പോൾ മരണത്തിനായി ഒരിക്കലായി കർത്താവ് നൽകപ്പെട്ടു. ഇപ്പോൾ അവൻ പിതാവിനായി ജീവിക്കുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ അവന്റെ പാർട്ണർഷിപ്പിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ മരണത്തിൽ ഏൽപ്പിക്കപ്പെട്ടു, പാപത്തോട് മരിച്ചു. നമുക്ക് വേണ്ടിയാണ് അവൻ പാപത്തോട് മരിച്ചു എന്ന് പറയുന്നത്. അതുപോലെ നമ്മളും മരിച്ചു, ഇനി ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
Okay, so you also must consider yourself dead to sin and alive to God in Christ Jesus. അപ്പം ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പ്രയോഗം നമുക്കിവിടെ കാണാം. ക്രിസ്തുവിൽ എന്താണ് സംഭവിക്കുന്നത്? സോ യു ഓൾസോ മസ്റ്റ് കൺസിഡർ യുവർ സെൽഫ് ഡെഡ് ടു സിൻ. അപ്പൊ കർത്താവ് എങ്ങനെയാണോ പാപത്തോട്, അവൻ പാപമാക്കപ്പെട്ടു, പാപം വഹിച്ചുകൊണ്ട് പാപത്തോട് മരിച്ചു. That means he cut himself away from that sinful body on our behalf. അപ്പൊ അങ്ങനെ അവൻ പിതാവിന് വേണ്ടി ജീവിച്ചു, തേജസ്സോടെ സ്വർഗത്തിൽ ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ അവന്റെ കൂടെ മരിച്ച് അവന്റെ ഒരു പാർട്ട്ണർഷിപ്പിൽ പ്രവേശിച്ചതുകൊണ്ട്, നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ പാപത്തോട് മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നത് ഞാനല്ലെന്നും ദൈവത്തിനായി ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിനെന്നാണ്. കൗണ്ട് യുവർ സെൽഫ്. അപ്പൊ കൗണ്ടിങ് യുവർ സെൽഫ് ആസ് ഡെഡ് ഈസ് എ പവർഫുൾ ടെസ്റ്റമെന്റ്, ഇറ്റ്സ് എ പവർഫുൾ ടെസ്റ്റിമണി. അതായത് ഞാൻ മരിച്ചു എന്നുള്ള എൻ്റെ കൺഫെഷൻ ഈസ് എ പവർഫുൾ ടെസ്റ്റിമണി. ഇത് എൻ്റെ മരണം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ഐഡന്റിഫൈ ചെയ്ത് ദൈവത്തിനായിട്ട് ജീവിക്കാനുള്ള എൻ്റെ ടെസ്റ്റിമണിയാണ്, എൻ്റെ വിറ്റ്നസിംഗ് ആണ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്ന സ്നാനം എന്ന് പറയുന്നത് നല്ല മനസാക്ഷിക്കുള്ള, ദൈവത്തിന് മുമ്പാകെ നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയാണെന്ന് പറയാനുള്ള കാരണം, ഞാൻ ആ മരണത്തെ പ്രസ്താവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പാപത്തിന്റെ ശക്തി എന്നിൽ നിന്ന് ഇല്ലാതാവുകയാണ്. It has no dominion over him. Sin and death has no dominion over him. Okay. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വാക്യങ്ങളിലെല്ലാം കണ്ടത്. അപ്പൊ പാപത്തിന് ഡൊമീനിയൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പാപം ചെയ്യുന്നത്? അതുകൊണ്ടാണ് അടുത്ത ചോദ്യം ഇങ്ങനെ വരുന്നത്, let not sin therefore reign in your mortal body to make you obey its passions. അപ്പൊ നമ്മൾ ഈ ഒരു ഫെയ്ത്തിന്റെ എക്സർസൈസ് അവിടെ ഡിമാൻഡ് ചെയ്യപ്പെടുകയാണ്. അതായത് ഞാൻ മരിച്ചു എന്നുള്ളത് ഒരു സത്യമായിരിക്കെ പിന്നെയും നമ്മൾ ഫെയ്ത്തിൽ ജീവിക്കാതെ കാഴ്ചയിൽ ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പാപം പതുക്കെ പതുക്കെ വീണ്ടും വീണ്ടും ക്രീപ്പ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരും. ഇവിടെ പറയുന്നത് അത് വീണ്ടും നിങ്ങളുടെ ഈ മർത്യ ശരീരങ്ങളിൽ, മോർട്ടൽ ബോഡീസിൽ വാഴരുത്. അതെന്താ എടുത്തു പറഞ്ഞിരിക്കുന്നത്? നിങ്ങളിൽ ഡൊമീനിയൻ ഇല്ല, പക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ അതിൻ്റെ ഒരു അംശം കിടപ്പുണ്ട്. ശരിയല്ലേ? പാപശരീരം തകർക്കപ്പെട്ടെങ്കിലും ഈ ശരീരത്തിലുള്ള ബലഹീനതകൾ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ എങ്ങോട്ട് വിട്ടുകൊടുക്കരുത്, അതിനെ യാഗമാക്കാതെ ഈ പാഷൻസിന് വിട്ടുകൊടുക്കരുത്. കാരണം അതിനുള്ള പൊട്ടൻഷ്യൽ ഈ ശരീരത്തിൽ ഇപ്പോഴും ഉണ്ട്. ഇത് കുറച്ചും കൂടെ വിശദീകരിക്കണം എന്ന് എനിക്കറിയാം. ഇത് എന്തുമാത്രം വിശദീകരിക്കാൻ ഇന്ന് പറ്റുമെന്ന് എനിക്കറിയില്ലെങ്കിലും പറ്റുന്നിടത്തോളം ഞാൻ ശ്രമിക്കാം. എങ്ങനെയാണ് ഈ ഡ്യുവൽ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്നത്? ഒരേ സമയത്ത് നമ്മൾ മരിച്ചു എന്ന് കൺഫസ് ചെയ്യുമ്പോൾ തന്നെ, പാപത്തിന് നമ്മുടെ അധികാരമില്ല എന്ന് പറയുമ്പോൾ തന്നെ, ഈ പാപത്തിന് വേണമെങ്കിൽ നമ്മളിൽ പ്രവേശിക്കാനുള്ള ഒരു വഴി നമ്മുടെ അവിശ്വാസം മൂലം തുറന്നിടാൻ സാധ്യതയുണ്ട് എന്നാണ് പൗലോസ് പറഞ്ഞു വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. അത് ഏത് വഴിയേ ഇനി വരുള്ളൂ? ശരീരം വഴിയേ വരുള്ളൂ. ദാറ്റ് മീൻസ് ഈ ശരീരം ഇപ്പോഴും ബലഹീനമായതുകൊണ്ട് ശരീരത്തിന്റെ പാഷൻസ്, ആ പാഷൻസ് അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പ്രവണത ശരീരം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറെ നാള് നമ്മൾ രക്ഷിക്കപ്പെട്ടാലും കുറെ നാളത്തേക്ക് ഈ ശരീരം അതിന്റെ ഡൊമീനിയൻ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് ആത്മാവ് ഉള്ളത് കൊണ്ട്, ക്രിസ്തു നമ്മൾ വസിക്കുന്നത് കൊണ്ട് അത് പറയുന്നത് കേൾക്കണമെന്ന് യാതൊരു നിർബന്ധവും നമുക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് എ ന്യൂ ലൈഫ്. നമ്മൾ എന്തിനാണ് ഈ വൃത്തികെട്ട ജീവിതം പിന്നെയും ജീവിക്കുന്നത്? നമുക്ക് നേരത്തെ ആ ഒരു ഓപ്ഷൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അന്ന് ഓക്കെ. പക്ഷെ ഇന്ന് നമ്മൾ വിശ്വാസത്തിൽ നോക്കുമ്പോൾ അത് തീർന്നു. വിശ്വാസത്തിൽ നോക്കുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയായി മാറി. ദെൻ വൈ ഷുഡ് ദിസ് ഫ്ലഷ് ഹാവ് ഡൊമീനിയൻ ഓവർ മീ? എന്തിനാണ് ഞാൻ അതിനെ, എൻ്റെ അവയവങ്ങളെ അതിന് വിട്ടുകൊടുത്ത് ഞാൻ ഈ പാപത്തിൽ വസിക്കുന്നത്? അപ്പോൾ ഞാൻ എപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കണം ഞാൻ മരിച്ച ആളാണ് എന്ന് എണ്ണിക്കൊണ്ടിരിക്കണം എന്ന് പറയാൻ കാരണം ദാറ്റ് ഫെയ്ത്ത്, സസ്റ്റെയിനിങ് ഇൻ ഫെയ്ത്ത് വിൽ സാങ്ക്ടിഫൈ us. ആ വിശ്വാസത്തിൽ നമ്മൾ തുടരുന്ന ആ വിശ്വാസമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവയവങ്ങളിലൂടെ കടന്നു വരുന്ന പാപത്തിന്റെ ഡോറുകൾ അടയ്ക്കുന്നത് ഫെയ്ത്ത് ആണ്.
അത് ശരീരത്തെ വികൃതമാക്കി ഒന്നുമല്ല, പെനൻസ് എടുത്തിട്ടൊന്നുമല്ല, നോമ്പ് നോറ്റിട്ടല്ല, കർമ്മങ്ങൾ ചെയ്തിട്ടല്ല. ഫെയ്ത്ത് ആണ്. ഇൻ ഫെയ്ത്ത് വി കൺഫസ് വി ഡൈഡ് ദാറ്റ് സിൻഫുൾ മോർട്ടൽ ബോഡി. അപ്പൊ ഈ മോർട്ടൽ ബോഡി, അതായത് നശിച്ചു പോകുന്ന ഈ ശരീരത്തിന്മേലുള്ള ആ പാപത്തിന്റെ ശക്തിക്ക് നമ്മൾ അവയവങ്ങളെ വിട്ടുകൊടുക്കരുത്. കാരണം മൈ വിൽ ഈസ് ബീയിങ് ട്രാൻസ്ഫോംഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കരുണയാൽ എൻ്റെ ഇഷ്ടങ്ങളെ ദൈവം, മനസ്സിനെ ദൈവം വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മാവിനാൽ, അവന്റെ ആത്മാവിനാൽ. അപ്പൊ നമ്മുടെ അവയവങ്ങൾക്ക് നമ്മുടെ മേൽ ഡൊമീനിയൻ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ ദൈവിക ജീവൻ അന്വേഷിക്കണം. അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഖനത്തിലും റോമാലേഖനത്തിലെല്ലാം വിശുദ്ധീകരണത്തിന്റെ ഒരു മീൻസ് ആയിട്ട് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം അവന്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കുക എന്നുള്ളതാണ്. So that's the faith which saves us. So sanctification is a warfare. സാങ്ക്ടിഫിക്കേഷൻ ഒരു വലിയ യുദ്ധമാണ്. പക്ഷെ യുദ്ധം നമ്മുടെ ശക്തി കൊണ്ടല്ല, ഫെയ്ത്ത് കൊണ്ടാണ്. നമ്മുടെ യുദ്ധം ജയിപ്പിക്കുന്ന ഒരു കർത്താവാണ്. നമ്മുടെ പ്രവൃത്തികളല്ല നമ്മളെ വിശുദ്ധീകരിക്കുന്നത്, കർത്താവാണ്. ബട്ട് വി നീഡ് ടു ബിലീവ് ഇൻ ഹിം. ആ ഫെയ്ത്ത് ആണ് നമ്മളെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നത്. ഇറ്റ് ഈസ് നത്തിങ് എൽസ് ബട്ട് ഫെയ്ത്ത്. ഇൻ ഫെയ്ത്ത് വി ഡോണ്ട് സബ്മിറ്റ് അവർ ഓർഗൻസ് ടു ദാറ്റ് സിൻഫുൾ ലസ്റ്റ് ഓഫ് ദ ബോഡി. ശരീരത്തിന്റെ പാഷൻസിന് നമ്മൾ നമ്മുടെ അവയവങ്ങൾ വിട്ടുകൊടുക്കാതിരിക്കുന്നത് നമ്മുടെ ഭയങ്കര പെനൻസ് ആയിട്ടുള്ള വർക്കല്ല, ഫെയ്ത്ത് ആണ്. ഐ ഡൈഡ് റെക്കണിങ് ദ ഡെത്ത്. ആ മരണത്തെ ഞാൻ റെക്കൺ ചെയ്യുന്നു. റെക്കൺ ചെയ്യാന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യുന്നു, ഏറ്റെടുക്കുന്നു. മലയാളത്തിൽ റെക്കൺ എന്നുള്ള ഒരു കറക്റ്റ് പ്രയോഗം പ്രധാനമാണ്. അത് അങ്ങനെ എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. എണ്ണുവിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ്സ് ക്ലോസ് ടു ഇറ്റ്സ് മീനിങ്. അങ്ങനെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുവിൻ. എങ്ങനെ മനസ്സിലാക്കുവിൻ? മരിച്ചവരെന്ന് തന്നെ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണം, മനസ്സിലേക്ക് വരണം. ഐ ആം ഡെഡ് എന്നുള്ളത്. ടു വാട്ട്? ടു ദാറ്റ് ഫ്ലഷ് ലൈഫ്. സോ സാങ്ക്ടിഫിക്കേഷൻ ഈസ് എ ലോങ് ലബോറിയസ് പ്രോസസ്. അതുകൊണ്ടാണ് നീതിമാൻ പ്രയാസേന രക്ഷപ്പെടുന്നു എന്ന് പറയാനുള്ള കാരണം. റൈച്ചസ് മാൻ വിൽ ഷുവർലി ബി സേവ്ഡ്. അവൻ രക്ഷിക്കപ്പെടും, പക്ഷെ അത് ഒരു നൂലിലൂടെ കടന്നു പോകുന്ന പോലെയാണ്. അവൻ പോയിരിക്കും അപ്പുറത്ത്. ബട്ട് ദാറ്റ് സ്റ്റിൽ ദ സ്ട്രഗിൾസ് ഭയങ്കരമാണ്. വിശുദ്ധീകരണത്തിന്റെ സ്ട്രഗിൾ. അതിനെ നമുക്ക് ഇങ്ങനെ പറയാം, ഏതൊരു നീതീകരിക്കപ്പെട്ടവനും കർത്താവിന്റെ ഏതൊരു മകനും അവൻ രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുന്നവരെ ഈ നൂൽപാലത്തിലൂടെ അവൻ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുകൊണ്ടേയിരിക്കും. അവൻ ഒരിക്കലും ആ പോരാട്ടം നിർത്തുന്നില്ല. കാരണം അവന്റെ ഉള്ളിൽ ഈ മരണത്തിന്റെയും ജീവന്റെയും തത്വങ്ങൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഹി ക്യാൻ നെവർ സ്റ്റോപ്പ് ദിസ് വാർഫെയർ. അത് എന്തുകൊണ്ടാണ് നിർത്താൻ പറ്റാത്തത്? എൻ്റെ ഹൃദയത്തിൽ ഈ മരണം എന്ന തത്വം വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതുകൊണ്ടാണ്. ഏത് മരണം? ക്രിസ്തുവിനോട് കൂടെയുള്ള എൻ്റെ പാപജഡത്തിന്റെ മരണം എന്ന തത്വം എന്നിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ജീവിതകാലം മുഴുവൻ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അത് നമ്മളാലല്ല, കർത്താവിനാലാണ്. സോ ദാറ്റ് പോരാട്ടം ഹാപ്പൻസ്. ആ വിശുദ്ധീകരണത്തിന്റെ വാർഫെയർ, കഠിന യുദ്ധം നമ്മളിൽ നടക്കുന്നത് നമ്മുടെ കോൺഷ്യസ് ഡിസിഷൻ എന്നുള്ളതിനേക്കാളും കർത്താവ് നമ്മളിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലാനാണ് ദ വേ വി ആർ സാങ്ക്ടിഫൈഡ്. ഓക്കെ, നമ്മുടെ ഹൃദയത്തെ മാറ്റുന്ന ദൈവത്തിന്റെ പദ്ധതികളാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഹൃദയം മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വിശുദ്ധീകരണത്തെ കുറിച്ചാണ് പൗലോസ് ഇവിടെ വിശദീകരിക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എന്താണ് വിശുദ്ധീകരണം എന്നുള്ള ചോദ്യമാണ്. അത് പ്രവൃത്തിയാണോ? അത് ഒന്നും ചെയ്യണ്ടേ? ഈ രക്ഷിക്കപ്പെട്ടു പിന്നെ ഒന്നും ചെയ്യണ്ടേ എന്നെങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അവരുടെ എല്ലാം മറുപടി പൗലോസ് ഇതാ പറയുന്നത്. ഒരു വലിയ യുദ്ധം തന്നെയാണ്, ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന ഒരു യുദ്ധമാണ്. പക്ഷെ അത് വിശ്വാസമാണ്, ദൈവത്തിന്റെ അധ്വാനമാണ്, കർത്താവിന്റെ അധ്വാനമാണ് നമ്മുടെ ജീവിതത്തിൽ. The Lord working in me gives me that salvation and its assurance. അപ്പൊ വിശുദ്ധീകരണം എന്നുള്ളത് മനുഷ്യന്റെ ഗമയായിട്ട് എടുക്കരുത്. വിശുദ്ധീകരണം എന്നുള്ളത് മനുഷ്യന്റെ ഗമയായിട്ട് എടുക്കരുത്. പിന്നെ എന്താണ്? അത് ദൈവം നമുക്ക് തരുന്ന ഒരു കൃപയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ വീണ്ടും പാപം ചെയ്യരുത്. കോൺഷ്യസ് സിൻസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ 6-ാം അധ്യായം മുഴുവൻ എന്തിനെ കുറിച്ച് പറയുന്നതാണ്? കോൺഷ്യസ് സിൻസിനെ കുറിച്ച് പറയുന്നതാണ്. മനഃപൂർവ്വമായ പാപം. മനഃപൂർവ്വമായ ഒരു പാപത്തിലേക്ക് നിങ്ങൾ പോകരുത്.
ഇൻവോളണ്ടറി സിൻസിൽ എന്ത് സംഭവിക്കും? പതുക്കെ പതുക്കെ മരിക്കും. കാരണം നമ്മുടെ അവയവങ്ങളുടെ ശക്തി കുറയുമ്പോൾ ആ ഇൻവോളണ്ടറി സിൻസ് മരിക്കും. ഐ തിങ്ക് ഐ നീഡ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ലിറ്റിൽ ഇൻ ഡീറ്റെയിൽ. വിൽ ഡു ദാറ്റ് നെക്സ്റ്റ് വെനസ്ഡേ, ഗോഡ് വില്ലിംഗ്. അപ്പൊ ഇൻവോളണ്ടറി സിൻസ് ഈ ജഡത്തിന്റെ ശക്തി കുറയുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഫ്ലഷ് ബോഡി, ആ സിൻ ബോഡിയുടെ ശക്തി കുറയുന്നതനുസരിച്ച്. എന്നാൽ കോൺഷ്യസ് സിൻസിലേക്ക് നമ്മൾ പോകരുത്. അങ്ങനെയാണ് നമ്മൾ പാപത്തോടുള്ള പോരാട്ടം നടത്തുന്നത്. ദാറ്റ് വാർഫെയർ. ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് നെക്സ്റ്റ്. എനിക്കറിയാം ഇത് ഇത്രയും ഒരു എക്സ്പ്ലനേഷൻ കൊണ്ട് ഇതാവില്ലെന്ന് എനിക്കറിയാം. എനിക്ക് തന്നെ അതിനകത്തൊരു മതിയാകായ്മ തോന്നുന്നുണ്ട്. സോ വിൽ സീ ദ റിമൈനിങ് തിങ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അടുത്ത വാക്യത്തിൽ ഡു നോട്ട് പ്രസന്റ് യുവർ മെമ്പേഴ്സ് ടു സിൻ ആസ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് അൺറൈച്ചസ്നെസ്. അനീതിയുടെ ആയുധങ്ങളായി നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിക്കരുത്. ദാറ്റ് മീൻസ് ഫെയ്ത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് എന്ത് ചെയ്യരുത്? ഇതൊരു അനീതി ആയിക്കോട്ടെ, ഇതൊരു പ്രാവശ്യത്തേക്കല്ലേ, സാരമില്ല, ഒരു ചെറിയ കള്ളം കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ ഒരു പ്രാവശ്യം എന്തായാലും അങ്ങനെ ആയിപ്പോയി, പോട്ടെ, സാരമില്ല, അടുത്ത ദിവസം തൊട്ട്. ഇങ്ങനെ ഒരു കാരണവശാലും അവയവങ്ങളെ വിട്ടുകൊടുക്കരുത്. ഷോ നോ കൺസെഷൻ ടു യുവർ ഓർഗൻസ്, ഷോ നോ കൺസെഷൻ ടു യുവർ പാഷൻസ്. നിങ്ങളുടെ സ്വന്തം വികാരങ്ങൾക്ക് നിങ്ങൾ യാതൊരുവിധ കൺസെഷനും കൊടുക്കാൻ പാടില്ല. ഡോണ്ട് പാമ്പർ ദം. അങ്ങനെ നമ്മളങ്ങ് സിമ്പതി തോന്നിപ്പോകും നമ്മളോട് തന്നെ. പാവമല്ലേ, എനിക്ക് ഇങ്ങനെയൊക്കെ അല്ലേ പറ്റുള്ളൂ, ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നതല്ലേ, ഒന്നൊക്കെ എനിക്ക് സംഭവിക്കും ഇങ്ങനെ തെറ്റുകൾ, സാരമില്ലാന്ന് എന്നെ ആശ്വസിപ്പിക്കരുത്. എനിക്കൊരു കൺസെഷനും കൊടുക്കരുത്. എന്തുകൊണ്ട് കൊടുക്കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ അവയവങ്ങളെ വീണ്ടും അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും. സോ വി നീഡ് ടു ഫൈറ്റ് എ ഗുഡ് ഫൈറ്റ്. പക്ഷെ അപ്പോഴും മനസ്സിലാക്കണം, ഈ യുദ്ധം നമ്മുടെ സ്വന്തമല്ല എന്നുള്ള കാര്യം. അത് ദൈവമാണ് അങ്ങനെ തോന്നിപ്പിക്കുന്ന പോലും. ദ ലോർഡ് ഈസ് അറ്റ് വർക്ക്. അപ്പൊ നമ്മളോട് സംസാരിക്കുന്നതും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും വിശ്വസിപ്പിക്കുന്നതും എല്ലാം ദൈവം തന്നെയാണ്. പക്ഷെ നമ്മുടെ വില്ലിലൂടെയാണ്, നമ്മുടെ വില്ലിന്റെ മാറ്റത്തെയാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളുടെ മാറ്റമാണ് സാങ്ക്ടിഫിക്കേഷൻ. നമ്മളെ യുദ്ധം ചെയ്യിപ്പിക്കുന്നത് ഈ സാങ്ക്ടിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.